പരിഹാരം എവിടെ? സർക്കാരിനോടുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് ജനങ്ങൾ നേരിട്ട് സർക്കാരിനടുത്തെത്തി പരാതികൾ സമർപ്പിച്ചത് എന്നായിരുന്നു നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളെക്കുറിച്ച് സർക്കാർ വീരവാദം മുഴക്കിയത്. എന്നിട്ടിപ്പോൾ കൊട്ടിഘോഷിച്ച് നടന്ന ആഘോഷവും വീരവാദങ്ങളും മാത്രം ബാക്കി. പരിഹാരം ഒന്നും തന്നെയില്ല. ഓരോ ജില്ല പിന്നിടുമ്പോഴും ഏകദേശം 15,000-ൽ താഴെ അഥവാ അല്ലെങ്കിൽ 15,000-ഓളം പരാതികൾ നവകേരള സദസ്സിൽ നിന്നും മാത്രമായി സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. എന്നിട്ട് അവയിൽ എത്രത്തോളം പൂർത്തിയാക്കി കഴിഞ്ഞു? അവയിൽ എത്രത്തോളത്തിന് പരിഹാരം നൽകാൻ കഴിഞ്ഞു? പലപ്പോഴും സർക്കാർ ഉന്നയിച്ചിരുന്ന വാദം ലഭിച്ച പരാതികളിൽ പകുതിയോളം തീർപ്പാക്കാൻ കഴിയാത്തവയാണ്. പലതും ജോലി ചോദിച്ചുകൊണ്ടുള്ളതാണ്, പലതും പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ്. പക്ഷേ എന്തു തന്നെയായാലും അപ്പോഴുമുണ്ടല്ലോ ബാക്കിയേറെ പരാതികൾ. പരിഹാരം നൽകാൻ കഴിയുന്നവയിൽ എത്ര എണ്ണത്തിന് പരിഹാരം നൽകി? കണക്കുകൾ എവിടെ? നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പരാതികൾക്ക് പരിഹാരമില്ല എന്ന് മാത്രമല്ല, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയുള്ള പണമിടപാടുകളുടെ അഥവാ പണച്ചെലവിന്റെ പോലും കണക്ക് ചോദിച്ചാൽ സർക്കാരിന്റെ പക്കലില്ല. ആലപ്പുഴ ജില്ലയിൽ നവകേരള സദസ്സ് നടന്നത് ഡിസംബർ 15, 16, 17 തീയതികളിലാണ്. ആകെ ലഭിച്ച പരാതികൾ 1,00,000-ൽ ഏറെയും. അതായത് കൃത്യമായി പറഞ്ഞാൽ 52,684 പരാതികൾ. ഇതിൽ 7,106 പരാതികൾക്ക് പരിഹാരം കണ്ടു. മൊത്തം പരാതികളുടെ 13.48% മാത്രം. തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് തല ചായ്ക്കാൻ ഒരിടമാണ്. എന്നാൽ ലഭിച്ച എല്ലാ അപേക്ഷകളെല്ലാം തന്നെ തദ്ദേശ വകുപ്പ് ജില്ലാ ഭരണകൂടത്തിന് തിരിച്ചയച്ചു. വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കേണ്ടത് ലൈഫ് മിഷൻ ആണെന്നും തങ്ങളല്ല എന്നുമായിരുന്നു മറുപടി. സ്വാഭാവികമായും ലൈഫ് മിഷൻ പദ്ധതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എന്നുള്ളത് ജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ നേരിട്ടൊരു പരിഹാരം ലഭിക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് ഓരോരുത്തരും ആ പെരുവെയിലത്ത് പോലും നിന്ന് വലഞ്ഞത്. അത്തരത്തിൽ വീണ്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തിരിച്ചയച്ച് അവിടെ നേരിട്ട് ചെല്ലൂ എന്ന് പറയാനാണെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഈ കാട്ടിക്കൂട്ടിയ പ്രഹസനം മുഴുവൻ? മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചികിത്സാ സഹായം തേടിയുള്ള അപേക്ഷകൾക്കും ഇതേ അവസ്ഥ തന്നെയാണ്. റവന്യൂ വകുപ്പിന് അയച്ച അപേക്ഷകൾ അതുപോലെ തന്നെ ജില്ലാ കളക്ടറേറ്റിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അവിടെയും ന്യായീകരണം ഇങ്ങനെയാണ്: ചികിത്സയ്ക്കുള്ള അപേക്ഷകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പോർട്ടലിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. റവന്യൂ വകുപ്പല്ല ഇത് കൈകാര്യം ചെയ്യുന്നത്. മാത്രമല്ല അപേക്ഷകൻ തന്നെ നേരിട്ട് OTP നമ്പർ മുഖേനയാണ് അപേക്ഷിക്കേണ്ടതും. ഇതോടെ വെട്ടിലായ സർക്കാർ അപേക്ഷകൾ മുഴുവൻ രജിസ്റ്റർ ചെയ്യാൻ എല്ലാ ജില്ലാ ഭരണകൂടങ്ങൾക്കും 20 ലോഗിൻ വീതം നൽകാനുള്ള തീരുമാനവും എടുത്തു. പക്ഷേ ഇതിനെല്ലാം മാസങ്ങളെടുക്കുമെന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അതായത് സമയത്ത് ചികിത്സയ്ക്ക് പണം ലഭിക്കില്ല എന്ന് സാരം. ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളണമെന്നതാണ് കൂടുതലായി ലഭിച്ച പരാതികളിൽ മറ്റൊന്ന്. ഇക്കാര്യത്തിൽ തങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല എന്നായിരുന്നു ജില്ലാ ഭരണകൂടം പറഞ്ഞത്. ഇവർ ആകെ ചെയ്യുന്നത് ഈ അപേക്ഷകളെല്ലാം തന്നെ അതാത് ജില്ലകളിലെ ലീഡ് ബാങ്കുകൾക്ക് കൈമാറുകയാണ്. ബാങ്കുകളാകട്ടെ ഇതുവരെ ഇതിന് മറുപടിയും നൽകിയിട്ടില്ല. കാരണം ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ്. അതായത് ഫലത്തിൽ അപേക്ഷകളെല്ലാം വഴിക്കണ്ണുമിട്ട് കാത്തിരിക്കാമെന്ന് മാത്രം, പരിഹാരം ലഭിക്കില്ല. ഇതേ ബാങ്ക് വായ്പയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഒരാൾ തന്റെ 4 ലക്ഷം രൂപയുടെ കടബാധ്യതയുമായി മുന്നോട്ട് വന്നത്. എന്നാൽ അയാൾക്ക് 500 രൂപയോളം ഇളവ് നൽകിക്കൊണ്ട് അദ്ദേഹത്തെ കളിയാക്കും വിധമായിരുന്നു ബാങ്കിന്റെ ഭാഗത്തു നിന്നുമുള്ള സമീപനം. എന്നാൽ ഇത് ചോദ്യം ചെയ്യുകയും ഇത് വിമർശിക്കപ്പെട്ടപ്പോൾ ബാങ്കിനുമുണ്ടായിരുന്നു ഏറെ ന്യായീകരണം. എന്തു തന്നെയായാലും അദ്ദേഹത്തിന് പരാതിക്ക് പരിഹാരം ലഭിച്ചില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇതുപോലെ തന്നെയാണ് മറ്റൊരു വീട്ടമ്മയുടെ പ്രശ്നവും. അവരിപ്പോൾ തൊടുപുഴയിലെ താലൂക്ക് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരത്തിലുമാണ്. 75 വയസ്സുകാരിയായ അമ്മിണിയാണ് ഇപ്പോൾ കുത്തിയിരിപ്പ് സമരം നടത്തുന്നത്. 40 വർഷത്തോളമായി ഒരു പട്ടയത്തിന് വേണ്ടി നടക്കുകയാണ്. നവകേരള സദസ്സിലും പരിഹാരം കാണാതായതോടെയാണ് ഇവർ ഈ സമരം പ്രഖ്യാപിച്ചത്. അയൽവാസികളായ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കയ്യേറ്റം സാധൂകരിക്കാൻ തന്റെ കൈവശ ഭൂമിക്ക് പട്ടയം നൽകുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. ഇത്രയും പറഞ്ഞതിൽ നിന്നും സർക്കാരിന് പരിഹാരം കാണാവുന്ന പരാതികൾക്ക് പോലും സർക്കാർ പരിഹാരം കണ്ടിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുകയാണ്. റവന്യൂ വകുപ്പിലെത്തിയ അപേക്ഷകരിൽ ഭൂരിപക്ഷത്തിനും വേണ്ടത് സാമ്പത്തിക സഹായമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായം ആവശ്യപ്പെട്ട് വിവിധ ജില്ലകളിൽ നിന്നായി 48,553 പേരാണ് നവകേരള സദസ്സിന് എത്തിയിട്ടുണ്ടായിരുന്നത്. CMDRF സഹായത്തിനുള്ള മാനദണ്ഡങ്ങൾ കർശനമെന്നിരിക്കെ പരാതി പരിഹാരം വെല്ലുവിളി തന്നെയാണ്. ഓരോ മണ്ഡലത്തിലും പ്രത്യേക കൗണ്ടറുകൾ സജ്ജമാക്കിയാണ് പൊതുജനങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പരാതികൾ കൈപ്പറ്റിയത്. കളക്ടറേറ്റ് കേന്ദ്രീകരിച്ചുണ്ടാകുന്ന പ്രത്യേക സംവിധാനത്തിലൂടെയാണ്
പരിഹാരം. 140 മണ്ഡലങ്ങളിൽ സദസ്സ് പൂർത്തിയാകുമ്പോൾ റവന്യൂ വകുപ്പിൽ ഇനി തീർപ്പാക്കാൻ ബാക്കിയുള്ളത് 1,61,777 അപേക്ഷകളാണ്. അതിൽ 48,553 അപേക്ഷകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. കൂടുതൽ അപേക്ഷകൾ ആലപ്പുഴയിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. ഏറ്റവും കുറവ് പരാതി ലഭിച്ചിട്ടുള്ളത് കാസർഗോഡ് നിന്നായിരുന്നു. അതായത് 920ഓളം അപേക്ഷകൾ മാത്രമേ കാസർഗോഡ് നിന്നും ഉണ്ടായിരുന്നുള്ളൂ. വിവിധ തരം സഹായങ്ങളടക്കം വിവിധ പരാതികൾ എന്ന ശീർഷകത്തിൽ 36,358 എണ്ണം പരിഗണന കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ ചതുപ്പ് നിലം തരം മാറ്റുന്നതിന് 10,950 അപേക്ഷകളും പട്ടയ പ്രശ്നത്തിൽ 17,437 അപേക്ഷകളും റവന്യൂ വകുപ്പിലുണ്ട്. അതായത് സർക്കാരിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സർക്കാരിനെ മാത്രം വിശ്വസിക്കുന്ന ജനങ്ങൾ, സർക്കാരിൽ നിന്ന് തീർച്ചയായും പരിഹാരം ലഭിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ, സർക്കാരിനെ നേരിട്ട് ബോധിപ്പിച്ച പരാതികളുടെ എണ്ണവും അവസ്ഥയുമാണ് ഇപ്പോൾ വിശദീകരിച്ചത്. പക്ഷേ സർക്കാരിന്റെ ഈ അവകാശവാദങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ മാത്രമായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. നവകേരള സദസ്സിൽ ഘോരഘോരം സർക്കാർ പ്രസംഗിച്ചിരുന്നു. പരാതികളെല്ലാം 2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ പരിഹാരം കൊടുക്കുമെന്നും സർക്കാർ വാഗ്ദാനം നൽകിയതുമാണ്. പക്ഷേ വാഗ്ദാനങ്ങളെല്ലാം ഇപ്പോൾ കാറ്റിൽ പറന്നു. സർക്കാർ ലഭിച്ച പരാതികൾ പോലും മറന്ന അവസ്ഥയിലാണ്. പക്ഷേ നവകേരള സദസ്സിൽ പരാതികൾ നൽകിയിട്ടുണ്ടല്ലോ എന്നുള്ള അവസ്ഥയിൽ ഇപ്പോഴും പ്രതീക്ഷയിൽ കഴിയുകയാണ് ഒരു കൂട്ടം ജനങ്ങൾ.